2020 കോവിഡ് വ്യാപനത്തിന് ശേഷം കേരളത്തിൽ വലിയ രീതിയിൽ പ്രചാരം കിട്ടിയ ഒരു ട്രെൻഡാണ് UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ. ഇന്ന് ഏതാണ്ട് 4 വർഷങ്ങൾക്കപ്പുറം നിൽക്കുമ്പോൾ ഈ ട്രെൻഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് അനാലിസിസിൻ്റെ സമയമായി പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള വാർത്തകൾ. ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരും എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്തയിൽ നിന്ന് ഇന്ന് പല കോണുകളിൽ നിന്ന് അത്ര മനോഹരമല്ല പല ജീവിത യാഥാർത്ഥ്യങ്ങളും എന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ട്. ഈ മൈഗ്രേഷൻ്റെ ഇത്തരം ചർച്ചകളിലേക്ക് വെളിച്ചം വീശുന്ന ട്രഷർ ടോക്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് പുതിയ സംഭവമൊന്നുമല്ല. ലോകാരംഭം മുതൽ തന്നെ കുടിയേറ്റങ്ങളുടെ പലായനങ്ങളുടെ ചരിത്രം നമുക്കുണ്ട്. ബെറ്റർ ലിവിങ് കണ്ടീഷൻസും ബെറ്റർ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും നോക്കി ഈവൻ നായാട്ടിന് വേണ്ടി പോലും മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഈ കോവിഡ് കാലത്ത് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്ന മൈഗ്രേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നാൽ ഇനി രക്ഷയില്ല എന്നൊരു ചിന്ത ഉടലെടുക്കുകയും UK, കാനഡ തുടങ്ങിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല കോഴ്സുകൾ പഠിക്കാൻ പറ്റും, അതോടൊപ്പം സ്കോളർഷിപ്പ് കിട്ടും, പ്ലസ് വർക്ക് പെർമിറ്റ്, ഇത്ര മണിക്കൂറുകൾ വെച്ച് ആഴ്ചയിൽ വർക്ക് പെർമിറ്റ് കിട്ടും. ആ വർക്ക് പെർമിറ്റ് കൊണ്ടും സ്കോളർഷിപ്പ് കൊണ്ടും നല്ല സുഖമായിട്ട് അവിടെ കഴിയാമെന്നും അതോടൊപ്പം നല്ലൊരു ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങാമെന്നുമുള്ള ചില ചിന്തകൾ അല്ലെങ്കിൽ ചില മോഹങ്ങൾ, ചില വാഗ്ദാനങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നാലെയുള്ള ഒരു ഒഴുക്ക് കോവിഡോടുകൂടി കുറച്ച് അധികമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചില തിരിച്ചടികളുടെ കഥകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അവിടെ ചെന്നെത്തുന്നവർ സ്വപ്നം കണ്ടതും യാഥാർത്ഥ്യവും തമ്മിൽ അന്തരമുണ്ട് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്. കുറച്ച് പേരെങ്കിലും നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടി നല്ല രീതിയിൽ പോയവരുണ്ടാകാം. പക്ഷേ ഇവരാരും എത്തിപ്പെടുന്നത് ഹാർവാർഡിലോ ഓക്സ്ഫോർഡിലോ ഒന്നുമല്ല, ധാരാളം സ്വകാര്യ യൂണിവേഴ്സിറ്റികളിലാണെന്നുള്ളതാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ധാരാളം കോഴ്സുകൾ ഇവരുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ തക്ക വിധം പര്യാപ്തമാണോ എന്നൊന്നും അനാലിസിസ് നടത്താതെയാണ് പലരും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജോലി കിട്ടുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഒരു കെയർ ഹോംസിലേക്ക് തന്നെ എത്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയും നഴ്സിംഗ് തുടങ്ങിയ തൊഴിലുകളോട് പാഷൻ ഇല്ലാത്തവർ അതിനകത്തോട്ട് ചെന്ന് വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥ. വ്യത്യസ്ത മേഖലകളിലുള്ള ഇമ്പാക്റ്റുകൾ നമ്മൾ അനാലിസിസ് ചെയ്തു തുടങ്ങി. അത് എക്കണോമിസ്റ്റുകളും സോഷ്യോളജിക്കൽ ഫീൽഡിലുള്ളവരും ഈവൻ പൊളിറ്റിക്കൽ തലത്തിൽ വരെ ഇതിൻ്റെ അനാലിസിസ് നടത്തി കഴിഞ്ഞു. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സാമ്പത്തിക തലമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരായതുകൊണ്ട് മൈഗ്രേഷൻ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പ്രധാന പഠനശാഖ ആയതുകൊണ്ടും ഈ പലായനങ്ങളുടെ അല്ലെങ്കിൽ ഈ കുടിയേറ്റങ്ങളുടെ സാമ്പത്തിക ചരിത്രം പഠിപ്പിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ടും ഇതിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ എക്കണോമിക് അനാലിസിസിലാണ് നമുക്ക് പിന്നെ മറ്റ് തലങ്ങളിലേക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു പോളിസി മേക്കിങ്ങിലേക്കൊക്കെ നമ്മളെ സഹായിക്കണമെങ്കിൽ ഈ ഒരു എക്കണോമിക് അനാലിസിസ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിക്കുന്നത്. കേരളത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ നിന്ന് വലിയ ലോണൊക്കെ എടുത്താണ് പലരും ഈ വിദ്യാഭ്യാസ കുടിയേറ്റത്തിലേക്ക് മുന്നോട്ട് പോയത്. എന്നാൽ ഇത്തരം രാജ്യങ്ങളിൽ UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ വലിയ സ്വപ്നങ്ങളോടെ എത്തിയ പല വിദ്യാർത്ഥികൾക്കും അവരുടെ സ്വപ്നങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല പല സമയങ്ങളിലും അവരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകളും കഥകളും ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2020 ശേഷം ഉക്രൈൻ-റഷ്യ വാറിന് ശേഷം യൂറോപ്പിലുണ്ടായ ഒരു വലിയ വിലവർദ്ധനവ് അവരുടെ എല്ലാം കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടത്. അതിനെ തുടർന്ന് ഹൗസ് റെൻറ്റിലൊക്കെ വലിയ രീതിയിലുള്ള വർധനവ് വരികയും ജോലിയിൽ വലിയ രീതിയിൽ കുറവ് വരികയും ചെയ്തു. അതോടുകൂടി വലിയ ലോൺ എടുത്ത് പോയ കുട്ടികൾക്ക് മനസമാധാനത്തോടുകൂടി അവരുടെ പഠനം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പ്രധാനമായി മുന്നോട്ട് വരുന്നത്. എങ്ങനെയും പാർട്ട് ടൈം ജോലി കണ്ടെത്തുകയും ആ ജോലിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ആ വരുമാനം വഴി നാട്ടിലെ ലോൺ അടച്ചു തീർക്കണം, മാത്രമല്ല മികച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ അവിടുത്തെ ജീവിത ചെലവുകൾ നിവർത്തിക്കാനുള്ള സാധ്യതകളും ഉണ്ടാക്കണം. ഈ ഒരു പ്രഷർ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മേൽ വരുന്നത് പലരെയും തളർത്തുന്ന കഥകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് പലരും സ്റ്റുഡൻറ് വിസയിൽ അവിടെ എത്തിയത്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കണക്കനുസരിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കുന്നു. കാരണം പലരും പാർട്ട് ടൈം ജോലികൾക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പഠനത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ പഠനത്തിന് പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോൾ ഭാവി എത്രത്തോളം മികച്ചതാകാതിരിക്കും എന്നുള്ളൊരു ആശങ്കയും ഇന്ന് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉയർന്നു വരുന്നു എന്നുള്ളതും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. ഈ ഏൺ വൈൽ യു ലേൺ എന്നുള്ളൊരു കൺസെപ്റ്റ്, പഠനത്തോടൊപ്പം തന്നെ ജോലി, കൺസെപ്ച്വലി അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഈ കേരളത്തിൽ പോലും ഞങ്ങൾ കണ്ടുവരുന്നൊരു പ്രവണത വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യുമ്പോൾ തൊഴിലിൽ കൂടുതൽ കോൺസെൻട്രേഷൻ പോകുമ്പോൾ അത് വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുന്നു. ഈ കുന്നോളം എത്തേണ്ടവർ കുന്നിക്കുരു പെറുക്കരുതെന്നൊരു ചൊല്ലുണ്ട്.
ചില വിദ്യാർത്ഥികളെങ്കിലും വലിയ അക്കാദമിക് റിസർച്ച് ഗവേഷണ മേഖലകളിലേക്കൊക്കെ എത്തിപ്പെടേണ്ട പല വിദ്യാർത്ഥികളും കേവലം ഒരു സാധാരണ ഡിഗ്രിയിൽ അവരുടെ പഠനം ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥ വളരെ കണ്ടുവരുന്നുണ്ട്. അത് ഇവിടെയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വിദേശത്തേക്കൊക്കെ പോയവർ വർക്ക് പെർമിറ്റിൻ്റെ ഒരു പ്രഷർ അവർക്കുണ്ട്, ലോണിൻ്റെ പ്രഷർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉണ്ട്. മാത്രമല്ല ഇവിടെയുള്ള പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, റിലേറ്റീവ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, പലരും സോഷ്യൽ പ്രഷർ മൂലമൊക്കെയാണ് പോയിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ UK പഠിക്കാൻ പോയിട്ട് പിന്നെ ഞാൻ മാത്രം പോയില്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാത്രം പോയില്ലെങ്കിൽ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ചില സോഷ്യൽ പ്രഷറുകളും ചിലരെയൊക്കെ ഈ മേഖലയിൽ ഭരിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഈ ഒരു പ്രായം, ഒരു സോഷ്യൽ സർവൈലൻസ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാലം, ഈ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി, ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മാത്രവുമല്ല സ്ഥായിയായ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുമില്ല. പേരൻസിന് ഇനി പോയി കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് എനിക്ക് കാണാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ഒരു പ്രായത്തിൽ ഇത് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നും. മാത്രമല്ല ചുറ്റുപാടുകളിലെ പ്രഷറും ഒക്കെ കാണുമ്പോൾ എല്ലാവരും പോകുന്നതിനെ ഞാൻ മാത്രം പോയില്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള മട്ടിൽ ചുറ്റുപാടുകളിലെ ഒരു സോഷ്യൽ പ്രഷറും എല്ലാം കൂടി വന്നു കഴിയുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും പല ഏജൻസികളെ സമീപിക്കുന്നതും ബാങ്കുകളിൽ ലോണിന് വേണ്ടി പോകുന്നതുമെല്ലാം. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഡിസ്ട്രസ് അനാലിസിസ് എന്നൊക്കെ പറയുന്നത്, ഡിസ്ട്രസ് മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് പലർക്കും എല്ലാം ഇങ്ങനെയാണെന്നല്ല കേട്ടോ. ചില നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്നവരും നല്ല ജോലി സാഹചര്യങ്ങൾ കിട്ടിയവരും ഉണ്ട്. ആ ഒരു വിഭാഗത്തെയും നമ്മൾ ചിന്തിക്കണം. എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാരും ചെറിയ ജോലികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇനി ഇവിടെ ജീവിച്ചു പോകണം, ഇനി എങ്ങനെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. പിന്നെ ചിലരൊക്കെ പറയത്തില്ല ആദ്യത്തെ 2-3 കൊല്ലമേ പാടുള്ളൂ, എങ്ങനെയെങ്കിലും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കരകയറാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രതീക്ഷയൊക്കെയാണ് പല വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ഉദ്യോഗാർത്ഥികളെയും വീണ്ടും ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ ഒരു മിനി കേരളം എന്ന് വിളിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാനഡയും അല്ലെങ്കിൽ UK മറ്റു പല പ്രദേശങ്ങളും അറിയപ്പെടുന്നത് പോലും. ധാരാളം മലയാളികൾ അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റോ പെട്രോൾ പമ്പോ പോലുള്ള ചെറിയ ജോലികളിൽ ഏർപ്പെടാനും അത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ, അത് ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ട്രോമയുണ്ട്. അതും അവർ കടന്നു വരുന്നതാണ്. എന്നാൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയൊക്കെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ചിലവൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളൊക്കെ വിദൂരമാണ്, ഇവരെ സംബന്ധിച്ചെല്ലാം കയ്യെത്തി പിടിക്കാവുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുന്ന അനേകം പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇത്തരം ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് ആളുകളെ ചേക്കേറാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. പക്ഷേ അതിന് പിന്നിലെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഫ്രീ എഡ്യൂക്കേഷനും ഫ്രീ മെഡിക്കൽ സർവീസസിന് വേണ്ടി ശമ്പളത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ അവർ ടാക്സ് ആയിട്ട് പിടിക്കുന്നുണ്ട്. ഏതാണ്ട് 40% ആണ് അവരുടെ ടാക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് ചുരുങ്ങുകയാണ്. പിന്നീട് ഈ മെഡിക്കൽ സർവീസസിനെ ബന്ധപ്പെട്ട് പലരുടെയും ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സർവീസാണ് മെഡിക്കൽ സർവീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം ഡെവലപ്ഡ് രാജ്യങ്ങളിൽ അപ്പോയിൻമെൻറ്റുകൾ എടുത്ത് മാസങ്ങളും ആഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഡോക്ടറുടെ സേവനമൊക്കെ കിട്ടുന്നത്. അതല്ലാത്ത സേവനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഫലം നൽകേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അത് വലിയ സ്വപ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് വലിയ രീതിയിലുണ്ട് എന്ന് വിചാരിച്ച് പോയ പലരെയും ട്രാപ്പിലാക്കുന്ന ചില കാഴ്ചകളും അവിടെ നിന്ന് വരുന്നുണ്ട്. ചുരുക്കത്തിൽ മിന്നുന്നതെല്ലാം പൊന്നാവണമെന്നില്ല, ചിലപ്പോൾ പൊന്നാവാം, നോട്ട് നെസസറി, നിർബന്ധമില്ല. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഈ ഒരു മേഖലയിൽ കരണീയമായിട്ടുള്ളത്. പലപ്പോഴും എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്നിട്ട് ആ ലോൺ തീർന്നു കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോരും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടവരോട് നമുക്ക് പറയാനുള്ളൊരു വാക്ക് ഇതാണ്: നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ അത് വലുതാക്കുക. മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ മാനവിക വിഭവശേഷി HR നമ്മുടെ അത് വലുതാക്കാൻ തക്ക വിധത്തിലുള്ള എന്തെങ്കിലും കോഴ്സുകളോ പാക്കേജുകളിലോ ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ നമ്മൾ ചേരുക എന്നുള്ളതും അഭിലഷണീയമാണ്. അങ്ങനെ നമ്മുടെ HR-നെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഇതിൽ എന്തെങ്കിലും ആണെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഇപ്പോൾ പലരും UK-യിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഗൾഫിൽ നിന്ന് US-ലേക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ കുറച്ചുകൂടി വിശാലമായ ലോകമുണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ഒരു കോഷ്യൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ കരിയർ കോഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മുടെ HR കോഷ്യൻ്റ് വലുതാക്കണം. അതുകൊണ്ട് UK-യിലോ കാനഡയിലോ നിൽക്കുന്ന നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ അവരുടെ ഈ ഒരു HR കോഷ്യൻ്റ് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ തുടരണം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്.